ആ 400 നമ്പറിന് മുകളിൽ കോൺഗ്രസ് കടക്കുകയും ചെറിയ പ്രതിപക്ഷം ഉണ്ടാവുകയും ചെയ്യുന്ന കാലത്ത് പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു മാസ്റ്റർ സ്ട്രൈക്കർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു പെർഫോമൻസ് പാർലമെൻറ്റിൽ വെച്ച ഒരാളായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ. പ്രത്യേകിച്ച് 91 കേരളത്തിൽ ഒരു വിചിത്ര സഖ്യം രൂപപ്പെട്ടു. കോലീബി സഖ്യം എന്നാണത് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും ചേരുന്ന ഒരു ധാരണ, തെരഞ്ഞെടുപ്പ് ധാരണ, പ്രത്യേകിച്ച് കെ പി ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്തായിരുന്ന ധാരണ തന്നെ ഉണ്ടായത്. VP സിംഗ് മന്ത്രിസഭ അധികാരത്തിലിരുന്ന കാലത്ത് ചന്ദ്രശേഖർ മന്ത്രിസഭയിലേക്ക് കൈമാറുന്ന കാലത്താണ് കുവൈറ്റ് യുദ്ധം നടക്കുന്നത്. ആ ഒരു കാലത്ത് കുവൈറ്റ് എയർ ലിഫ്റ്റിങ്ങിൻ്റെ ചുമതല യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെ അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് കെ പി ഉണ്ണികൃഷ്ണനായിരുന്നു. അപ്പോൾ അതിനെ വളരെ സമർത്ഥമായി 2 ലക്ഷത്തോളം മലയാളികളെ കൊണ്ടുവരുന്നതിനുള്ള ഒരു നിർണായക രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ നിന്നുകൊണ്ട് നയതന്ത്രജ്ഞതയോടുകൂടി അത് കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണപാഠകത്തിന് മികവാണ്. കേരളം നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്ത അതുല്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു പുതുതലമുറയ്ക്കൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വലിയ പരിചയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് 30 വർഷത്തോളമായി അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയമായി എക്സ്പോസ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ആയിരുന്നു എന്നതുകൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് അത്ര പരിചയമില്ലാത്തത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1971 മുതൽ 1996 വരെയുള്ള ഏതാണ്ട് 25 വർഷക്കാലം ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ ഒരു പ്രാതിനിധ്യമായിരുന്നു. പ്രത്യേകിച്ച് VK കൃഷ്ണമേനോൻ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, VP സിംഗ് തുടങ്ങി നിരവധി പ്രതിഭകളോടൊപ്പം സമശീർഷനായി നിന്നുകൊണ്ട് അവരോടൊപ്പം തന്നെ തലപ്പൊക്കമുള്ളൊരു രാഷ്ട്രീയ നേതൃത്വമായി ഉയർന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ. 1971 അദ്ദേഹം ആദ്യമായി വടകര പാർലമെൻറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 71 പിന്നീട് 77 അദ്ദേഹം വിജയിച്ചു. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിലുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നത്തിൽ കോൺഗ്രസുമായി തെറ്റുകയും ഇന്ദിരാവിരുദ്ധ ചേരിയിലെത്തുകയും ശരത് പവാറിനോടൊപ്പം ശരത്ചന്ദ്ര സിൻഹയെ പോലുള്ള നേതാക്കളോടൊപ്പം മറ്റൊരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ചേരി എന്ന് പറയുന്ന ഒരു ചേരിയുടെ ഭാഗമായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് 80 അതിന് 84 89 91 വടകരയിൽ വിജയിച്ചത് കെ പി ഉണ്ണികൃഷ്ണൻ. അങ്ങനെ 71 മുതൽ 91 മുതലുള്ള കാലത്ത്, അതായത് 96 വരെയുള്ള കാലത്ത് വടകരയുടെ പേര് കെ പി ഉണ്ണികൃഷ്ണൻ്റെ പേരിനോട് ചേർത്തിരുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അതുല്യമായ സംഭാവന നമ്മുടെ രാഷ്ട്രീയത്തിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 1984 ശേഷമുള്ള രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ ഒരു ശബ്ദമായിരുന്നു ഇത്. ഇപ്പോൾ 84 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി സഹതാപ തരംഗത്തിന് ശേഷമാണ് 84 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 400-ലധികം അംഗങ്ങളായിരുന്നു കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ നമ്പറുള്ള പ്രതിപക്ഷം. അതിന് മുമ്പോ അതിന് ശേഷമോ ഇത്രയും ചെറിയൊരു പ്രതിപക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. ആ 400 നമ്പറിന് മുകളിൽ കോൺഗ്രസ് കടക്കുകയും ചെറിയ പ്രതിപക്ഷം ഉണ്ടാവുകയും ചെയ്യുന്ന കാലത്ത് പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു മാസ്റ്റർ സ്ട്രൈക്കർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു പെർഫോമൻസ് പാർലമെൻറ്റിൽ വെച്ച ഒരാളായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ. പ്രത്യേകിച്ച് ബോഫോഴ്സ് അഴിമതി ആരോപണങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, പാർലമെൻറ്റിൽ ബഹളം വയ്ക്കുന്ന പ്രതിപക്ഷ അംഗമായിരുന്നില്ല. വളരെ കൃത്യമായി തന്ത്രപരമായി പ്രശ്നങ്ങളെക്കുറിച്ച്, കാതലായ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ സമർത്ഥമായി അവതരിപ്പിക്കുകയും അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മലയാളി മാധ്യമങ്ങളെക്കാൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന, ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ ആ കാലത്ത്. അവരുടെ ആ പ്രതിപക്ഷത്തിൻ്റെ കാലത്താണ് VP സിംഗ് രാജീവ് മന്ത്രിസഭ വിടുകയും പിന്നീട് പ്രതിപക്ഷത്തിൻ്റെ ഒരു ശബ്ദമായി മാറുകയും ചെയ്തു. VP സിംഗിൻ്റെ നേതൃത്വത്തിൽ ജനമോർച്ച ഉണ്ടാവുകയും പിന്നീട് ജനമോർച്ച ജനതാ പാർട്ടിയുമായി ചേർന്ന് ജനതാദൾ എന്ന് പറയുന്നൊരു പാർട്ടി രൂപപ്പെടുകയും 89 തെരഞ്ഞെടുപ്പിൽ ജനതാദൾ ദേശീയ മുന്നണി എന്ന് പറയുന്ന പേരിൽ പ്രതിപക്ഷങ്ങളുടെ ഐക്യമുണ്ടാക്കുകയും ചെയ്തു. ഈ ഒരു പ്രോസസ്സിൽ ജനമോർച്ച ജനതാദളായതിനു ശേഷമുള്ള ദേശീയ മുന്നണി രൂപീകരിക്കാനുള്ള പ്രോസസ്സിൽ പ്രത്യേകിച്ച് DMK, തെലുങ്ക് ദേശം, ആസാം ഗണപരിഷത്ത് അടക്കമുള്ള വ്യത്യസ്ത ആശയങ്ങളുള്ള പ്രാദേശിക പാർട്ടികളെ സംയോജിപ്പിച്ചുകൊണ്ട് ദേശീയ മുന്നണി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ മുന്നണി രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി അടക്കം അതിന് ഒരു കീ റോള് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ പി ഉണ്ണികൃഷ്ണൻ. എന്ന് മാത്രമല്ല VP സിംഗിൻ്റെ വളരെ
ക്ലോസ് ആയിട്ടുള്ള ഇടപെടുന്ന ഈ മുന്നണിയുടെ തന്നെ ഒരു വലിയൊരു വക്താവായി രംഗത്ത് വരികയും ചെയ്തിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ. അങ്ങനെയാണ് 89-ലെ തെരഞ്ഞെടുപ്പ് വരുന്നത്. 89-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും വടകരയിൽ നിന്ന് വിജയിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വരികയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത് സംഭവിക്കുന്നത്. പാർലമെൻറ്റിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ആ സമയത്തൊരു സർക്കാർ ഉണ്ടാവണം. ഒരു പ്രതിസന്ധിയാണ്, ആരാണ് സർക്കാർ ഉണ്ടാക്കുക. അപ്പോൾ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് അന്ന് ജനതാദൾ. അതോടൊപ്പം തന്നെ BJPക്ക് 80-ലധികം സീറ്റുകളുണ്ട്. അപ്പോൾ ജനതാദളും ഇടത് കക്ഷികളും നേരത്തെ പറഞ്ഞ ദേശീയ മുന്നണിയിലെ മറ്റ് കക്ഷികളും ചേർന്നുകൊണ്ട് സംയുക്തമായി നിന്നുകൊണ്ട് BJPയുടെയും ഇടതുപക്ഷത്തിൻ്റെയും പിന്തുണയോടുകൂടി ഒരു ദേശീയ മുന്നണി സർക്കാർ രൂപവൽക്കരിക്കുക എന്നത്, ആ സർക്കാർ രൂപവൽക്കരണത്തിലെ നിർണായക പങ്ക് വഹിച്ചത് പ്രത്യേകിച്ച് ഇടതുപക്ഷവും ദേശീയ മുന്നണിയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് എപ്പോഴും ഉണ്ണികൃഷ്ണനായിരുന്നു. ആ ഒരു ബ്രിഡ്ജ് ഉണ്ടായി. VP സിംഗുമായും ഇടതുപക്ഷവുമായുമുള്ള ഇടയിലുള്ളൊരു പാലമായി അങ്ങനെ ഒരു മന്ത്രിസഭയുണ്ടായി. അതിലെ കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായി. അത് ആ കോമൺ മിനിമം പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ഒരു പ്രധാന അംഗമായിരുന്നു കെ പി ഉണ്ണികൃഷ്ണൻ. ആ ഒരു കാലത്ത് അദ്ദേഹത്തിന് VP സിംഗ് മന്ത്രിസഭയിൽ വളരെ നിർണായകമായ പങ്കായിരുന്നു കൊടുത്തിരുന്നത്. വാർത്താ വിതരണവും ഉപരിതല ഗതാഗതവും ദേശീയ പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട വളരെ ഏറ്റവും വിപ്ലവാത്മകമായ തീരുമാനമെടുത്ത് ഇന്നത്തെ ദേശീയപാതകൾ രൂപപ്പെടുന്ന തരത്തിൽ ഉണ്ണികൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് അതിൻ്റെ ഒരു അടിത്തറയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അക്കാലത്ത് അദ്ദേഹത്തിന് വളരെ സാങ്കേതിക ജ്ഞാനം ഉള്ള 2 മേഖലയായിരുന്നു വാർത്താ വിതരണം. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. വാർത്താ വിതരണം അതുപോലെ തന്നെ ഉപരിതല ഗതാഗതം, ഈ 2 കാര്യങ്ങളിലും വളരെ സാങ്കേതിക ജ്ഞാനത്തോടു കൂടി ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ മികച്ച, കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരിൽ വെച്ച് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ്. വളരെ കുറച്ചു കാലമേ മന്ത്രിസഭയിൽ അംഗമായിരുന്നുള്ളൂവെങ്കിലും പിന്നീട് 90-കളിൽ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടാവുകയാണ്. അദ്വാനി രഥയാത്ര നടത്തുന്നു. ആ മന്ത്രിസഭയുടെ പിന്തുണ പിൻവലിക്കാൻ പോകുന്നു. VP സിംഗ് മണ്ഡൽ കാർഡ് ഇറക്കാൻ പോകുന്നു. അതിന് വലിയ പിന്തുണയാണ് ഉണ്ണികൃഷ്ണൻ കൊടുത്തത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള VP സിംഗ് മന്ത്രിസഭയുടെ തീരുമാനം ഒരുപക്ഷെ അധികാരത്തേക്കാൾ വലുതാണ്. അധികാര പങ്കാളിത്തത്തിന് വേണ്ടി OBCകളോടൊപ്പം നിൽക്കുക എന്ന ഒരു നയനിലപാടാണ് ഉണ്ണികൃഷ്ണൻ അന്ന് സ്വീകരിച്ചത്. അദ്ദേഹം VP സിംഗിനോടൊപ്പം അദ്ദേഹം അതിശക്തമായൊരു ബാക്ക് ബോണായി നിലകൊള്ളുകയും ആ ഒരു കാര്യത്തെക്കുറിച്ച് അപ്പം മന്ത്രിസഭയിൽ ജനതാദൾ പിളർപ്പ് നേരിടുകയാണ്. ആ പിളർപ്പ് ഉണ്ടാകുകയും ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു മന്ത്രിസഭ രൂപവൽക്കരിക്കുന്നത് അദ്വാനിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അദ്വാനിയെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം, അറസ്റ്റ് ചെയ്തത് ലാലു പ്രസാദ് യാദവാണ്. രഥയാത്രയ്ക്കിടയിൽ അദ്വാനിയെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം VP സിംഗ് എടുക്കുന്നതിൻ്റെ പിന്നിലും ഉണ്ണികൃഷ്ണനായിരുന്നു. അത്തരമൊരു തീരുമാനം, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് വലിയ സംഘർഷം ഉണ്ടാകുമെന്ന ഒരു മുൻകാഴ്ചയോടുകൂടി തന്നെയാണ് ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ അദ്വാനി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. VP സിംഗ് മന്ത്രിസഭയിലെ BJP പിന്തുണ പിൻവലിക്കുന്നു. മന്ത്രിസഭ വീഴാൻ പോകുന്നു. അപ്പോഴാണ് ജനതാദൾ പിളർന്ന് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി വീണ്ടും സർക്കാർ ഉണ്ടാക്കുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ അപ്പോൾ പ്രതിപക്ഷത്തിരിക്കാനാണ് തീരുമാനിച്ചത്. VP സിംഗ് സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാത്ത VP സിംഗിനോടൊപ്പം പ്രതിപക്ഷത്ത് നിലകൊള്ളാനുള്ള തീരുമാനമെടുക്കുകയും പ്രതിപക്ഷത്ത് നിലകൊള്ളുകയും ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് 91-ലെ തെരഞ്ഞെടുപ്പ്. 91-ൽ ചന്ദ്രശേഖർ മന്ത്രിസഭ വീഴുകയും വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരികയും ചെയ്ത സമയത്ത് 91-ൽ കേരളത്തിൽ ഒരു വിചിത്ര സഖ്യം രൂപപ്പെട്ടു. കോലി ബി സഖ്യം എന്നാണത് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും ചേരുന്ന ഒരു ധാരണ, തെരഞ്ഞെടുപ്പ് ധാരണ, പ്രത്യേകിച്ച് KP ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്തായിരുന്ന ധാരണ തന്നെ ഉണ്ടായത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അത്രത്തോളം പ്രത്യേകിച്ച് ദേശീയ മുന്നണി സർക്കാർ ഉണ്ടാക്കിയതിൽ പിളർപ്പിന് ശേഷവും ഈ ഒരു കാര്യത്തിൽ നിലകൊണ്ടതിൽ ഒക്കെ VP സിംഗിനോടൊപ്പം നിലകൊണ്ടതിലൊക്കെയുള്ള ഒരു അമർഷം കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടി ഉണ്ണികൃഷ്ണൻ ഒരിക്കലും വിജയിക്കരുത് എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ കൂടി ഫലമാണ് വടകരയിൽ BJP ലീഗ് കോൺഗ്രസ് പിന്തുണയോടുകൂടി രത്നസിംഗ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരികയും ഉണ്ണികൃഷ്ണൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തമായ അഗ്നിപരീക്ഷ നേരിടുകയും ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നു 91-ലെ തെരഞ്ഞെടുപ്പ്. പക്ഷേ അതിൽ അദ്ദേഹം വിജയിക്കാനുണ്ടായത്. ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും അദ്ദേഹം മുൻപ് ഉണ്ടായതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വടകരയിൽ നിന്ന് 91-ലും വിജയിച്ചു. ഇതിനിടയിലുള്ളൊരു കാലത്താണ് കുവൈറ്റ് യുദ്ധം നടക്കുന്നത്. VP സിംഗ് മന്ത്രിസഭ അധികാരത്തിലിരുന്ന കാലത്ത് ചന്ദ്രശേഖർ മന്ത്രിസഭയിലേക്ക് കൈമാറുന്ന കാലത്താണ് കുവൈറ്റ് യുദ്ധം നടക്കുന്നത്. ആ ഒരു കാലത്ത് കുവൈറ്റ് എയർ ലിഫ്റ്റിങ്ങിൻ്റെ ചുമതല യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെ അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് KP ഉണ്ണികൃഷ്ണനായിരുന്നു. അപ്പോൾ അതിനെ വളരെ സമർത്ഥമായി 2 ലക്ഷത്തോളം മലയാളികളെ കൊണ്ടുവരുന്നതിനുള്ള ഒരു നിർണായക രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ നിന്നുകൊണ്ട്
നയതന്ത്രജ്ഞതയോടുകൂടി അത് കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണപാഠകത്തിന് മികവാണ്. പക്ഷെ പിന്നീട് 91 മുതലുള്ള ഒരു കാലത്ത് അദ്ദേഹം അവസാന കാലത്ത് 95 ആയപ്പോഴേക്കും അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ ഒരു എമർജിങ് അതൊരു ശക്തിയായി വരുന്നു എന്നതും ദേശീയ രാഷ്ട്രീയത്തിൽ BJP വലിയ ശക്തിയാകുമെന്ന് മുൻകൂട്ടി കാണുകയും കോൺഗ്രസ്സിന് മാത്രമാണ് BJPയെ പ്രതിരോധിക്കാൻ കഴിയുക എന്ന് ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ അദ്ദേഹം നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് മടങ്ങാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അവസാന കാലത്ത് കോൺഗ്രസ്സിലേക്ക് പോയത് പക്ഷേ വടകരക്കാർ അത് അംഗീകരിച്ചില്ല എന്നതാണ്. 96 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യമായി പരാജയപ്പെട്ടു. വലിയ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. ഒ ഭരതനോടാണെന്ന് അദ്ദേഹം 80,000-ലധികം വോട്ടിനാണ് വടകരയിൽ അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചേരി മാറ്റം, പക്ഷെ അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടാണ് ചേരി മാറിയത്. കോൺഗ്രസ്സിനാണ് ഇനി ഇന്ത്യയിൽ പ്രതിപക്ഷത്ത് നിൽക്കേണ്ടത്, കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് ഇനി ആവശ്യമെന്നതാണ് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം. പക്ഷേ ആ തീരുമാനത്തിന് വേറൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ കാലത്താണ് ബാബറി മസ്ജിദിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് നിലയിൽ ആ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ഒരു മൈനോറിറ്റി കണ്ടത് മറ്റൊരു തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണനെ അംഗീകരിക്കാൻ അന്ന് വടകരക്കാർ തയ്യാറായില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കോഴിക്കോടിലേക്ക് മാറ്റുകയും അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ ഒതുങ്ങുകയും ചെയ്തു. ഡൽഹി എന്ന് പറയുന്നൊരു പ്രവർത്തന മേഖല മാറ്റി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു രസകരമായിട്ടുള്ളൊരു വിളിപ്പേരുണ്ടായിരുന്നു, വടകരക്കാരുടെ ദേശാടന പക്ഷി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായ വിളിപ്പേര്. കാരണം അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചത്. വടകരയിൽ MP ആയിരിക്കുമ്പോഴും അദ്ദേഹം ഡൽഹിയിലാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിലും അന്തർദേശീയ രാഷ്ട്രീയത്തിലുമൊക്കെ വളരെ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ പോലുള്ള ഒരാൾക്ക് മണ്ഡലത്തിൽ എപ്പോഴും വരാൻ കഴിയില്ല എന്നത്. പക്ഷേ വടകരക്കാർ അദ്ദേഹത്തെ ആ പേരിനെ വളരെ ബഹുമാനപുരസ്സരമാണ് കണ്ടത് എന്നതാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ വിജയിപ്പിക്കുമ്പോഴും ദേശാടന പക്ഷി എന്നുള്ള ആരോപണം നേരിടുമ്പോഴും വിജയിപ്പിക്കാതെ പോയത് 96 അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിലേക്കുള്ള ചേരിമാറ്റത്തെ അംഗീകരിക്കാതിരുന്നതാണ്. പക്ഷേ ആ ഒരു ചേരിമാറ്റം അദ്ദേഹം എന്ന് പറയുന്നൊരു തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മുടെ രാജ്യത്തിന് നഷ്ടമാക്കി എന്നതാണ് പറയേണ്ടത്. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം സജീവമായി ഉണ്ടായിട്ടില്ല എന്നതാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം അത്തരം ചെറിയ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒതുങ്ങി നിന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ വലിയ നഷ്ടമാണ്. ഒരുപക്ഷേ കേരളം അത്ര ആദരവ് കൊടുക്കാതെ പോയ, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ യുഗപുരുഷൻ എന്ന് പറയാവുന്ന, കേരളത്തിലെ അങ്ങനെ ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്ന് ഇത്രയും മികവ് കാണിച്ചൊരു രാഷ്ട്രീയ നേതാവ് വേറെ ഇല്ല എന്നത് തീർച്ചയാണ്. ആ ഒരു അംഗീകാരം കേരളം നൽകിയോ എന്നത് സംശയമാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കേരളം ഓർക്കും, രാജ്യം ഓർക്കും എന്നതാണ്. അതിൽ അതിപ്രധാനമായ സംഭാവന അദ്ദേഹം ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴും അതുപോലെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായിരിക്കുമ്പോഴും നടത്തിയ സംഭാവനയും കുവൈറ്റ് എയർലിഫ്റ്റിങ്ങും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലെ ദേശീയ മുന്നണി സർക്കാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ബദൽ രാഷ്ട്രീയ പരീക്ഷണത്തിന് വലിയ സംഭാവന കൊടുത്ത ഒരാൾ എന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു തന്നെ നിൽക്കും. എന്ന് മാത്രമല്ല, ഇന്നത്തെ അവസ്ഥയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാതൃപ്രസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോയി എന്നൊരു ദീർഘദൃഷ്ടിയുള്ളൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും അദ്ദേഹം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മുമ്പിൽ നമിച്ചുകൊണ്ട് നിർത്തുന്നു.